നല്ല അച്ഛനും അമ്മയുമാണ്. ഞങ്ങൾ 3 പേരെയും നന്നായിട്ട് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. താൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് തന്റെ ആരോഗ്യം ഇല്ലാതാക്കാൻ നിൽക്കരുത്. താൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നെങ്കിലും നേരത്തെ പോയി കിടക്കാൻ നോക്ക്. ഓക്കെ? ഈ കുടുംബത്തില് ആർക്കും തന്നെ ആരെയാ എടുത്തു വളർത്തിയതെന്നൊരു ചിന്ത വരരുത്. അഖിൽ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു അമ്മേ. ഇവന്റിനെ കുറിച്ചാണോ മോനെ? അതൊന്നുമല്ല, ഞങ്ങൾ 3 പേരില് വളർത്തു മകൻ ആരാണെന്ന കാര്യം. വേണ്ട അഖിൽ, ആ വിഷയം മറന്നേക്ക്, വിട്ടേക്ക്. എങ്ങനെയാ അച്ഛൻ വിട്ടുകളയുന്നേ? അതെങ്ങനെയാ മറക്കാൻ പറ്റുന്നത്? ഇത്രയും നാൾ ഈ വലിയൊരു രഹസ്യം ഞങ്ങൾ ഇന്ന് മറച്ചു വെച്ചു. എന്താ പറയതിരുന്നത്? മനഃപൂർവ്വം പറയാതിരുന്നത് അഖിൽ. ഒരിക്കലും നിങ്ങൾ ഈ സത്യം മാറിയരുതെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 3 പേരും ഒരുപോലെയാ. ഞങ്ങൾ 3 പേരും എങ്ങനെയാ അമ്മേ ഒരുപോലെ ആവുന്നത്? ഞങ്ങളിൽ 2 പേർ മാത്രമാ നിങ്ങളുടെ സ്വന്തം മക്കള്. 3 പേരിൽ ഒരാളെ എടുത്തു വളർത്തിയതാ, മറ്റാരുടെയും മകൻ. അതാരാണെന്ന് പറയാച്ചാ? നിങ്ങൾ പിരിയരുതെന്ന് കരുതിയ നിങ്ങളോട് അക്കാര്യം പറയാതിരുന്നേ. ഞങ്ങൾക്ക് നിങ്ങൾ 3 പേരും ഒരുപോലെയാടാ. അങ്ങനെ ആവില്ല അച്ഛാ. 2 പേരാ നിങ്ങൾക്ക് ജനിച്ചത്. 3-മത്തെ ആളെ എടുത്തു വളർത്തിയതാ. അതാരാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാടാ? അതറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? ഒരുപാട് പ്രയോജനങ്ങളുണ്ടമ്മേ. ആ വളർത്തു മകൻ ഭാസ്കരേട്ടനോ അഭിയേട്ടനോ അല്ലെങ്കിൽ ഞാനാണോ എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാ ഒരുപാട് പ്രയോജനമുണ്ട്. എന്ത് പ്രയോജനമാടാ? അതറിഞ്ഞിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. അതറിയുന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, സ്വസ്ഥതയും പോകും. അതെ അഖിൽ, ആവശ്യമില്ലാതെ നിങ്ങൾ 3 പേർക്കിടയിൽ അർത്ഥമില്ലാത്ത മനപ്രയാസങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ആ കാര്യം നീ വിട്ടേക്ക്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആ കാര്യം വിടാൻ പോകുന്നില്ല. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സ്വന്തം മകൻ ആരാണെന്നും വളർത്തു മകൻ ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്താ ഏട്ടാ ഇവൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നേ? ഇവൻ തന്നെയാണോ നമ്മുടെ ഇളയ മകൻ? സത്യം അറിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? എനിക്ക് പേടിയാവുന്നേട്ടാ. ഞാനും ആകെ പേടിച്ചിരിക്കുക ജയന്തി. ഇപ്പോ അഖിലാകെ മാറിയിരിക്കുക. അതാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏട്ടൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അഖില് സത്യമറിയാതെ ഏട്ടൻ തടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ വീട് ചിന്ന ഭിന്നമാകും. താമരപ്പൂവിതൾ കണ്ണോടു ചേർത്തു നിൻ കീർത്തനം പാടുമ്പോൾ നാരായണ ആനന്ദ പാൽക്കടൽ പൂർണ്ണ കുംഭങ്ങളിൽ ആദ്യം വിരിഞ്ഞ തേൻമൊട്ടായി മനം താമരപ്പൂവിതൾ കണ്ണോടു ചേർത്തു നിൻ കീർത്തനം പാടുമ്പോൾ നാരായണ ആനന്ദ പാൽക്കടൽ പൂർണ്ണ കുംഭങ്ങളിൽ ആദ്യം വിരിഞ്ഞ തേൻമൊട്ടായി മനം ആധാരമൂർത്തേ നാരായണ വേദാന്ത
കീർത്തേ നാരായണ ആധാരമൂർത്തേ ദേവി, നാരായണ. ഈ വീട്ടിലിപ്പോ ഭാര്യ ഭർത്താവ് എന്താ വസു, എന്തോ ശബ്ദം കേട്ടല്ലോ പുറത്ത്. തുളസിത്തറയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ കാക്ക വന്ന് എന്റെ പൂജാപാത്രം തട്ടിക്കളഞ്ഞു ചേച്ചി. എന്താ പറഞ്ഞത്? കാക്ക തട്ടിക്കളഞ്ഞെന്നോ? അതെ ചേച്ചി, ഞാൻ ആകെ പേടിച്ചു പോയി. കാക്ക വീട്ടിൽ വരുന്നത് തന്നെ അപശകുനമാണ്. അങ്ങനെയുള്ളപ്പോ പൂജാപാത്രം തട്ടിയിട്ട് പോവാന്ന് പറഞ്ഞ ഈ വീടിന് എന്തോ വലിയ ആപത്തുകൾ വരാൻ പോകുന്നു വസു. എന്താ ഏട്ടത്തി പറയുന്നേ? വലിയ ആപത്തുകൾ വരാൻ പോകുന്നോ? അത് വസു, നീ അതിന് പേടിക്കൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അപശകുനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും നീ കാര്യമാക്കണ്ട വസു. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അഖിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ അമ്മയാകാൻ പോകുന്ന കാര്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ ഹോസ്പിറ്റലിലായത് ദീപാവലിയുടെ അന്ന് ആ പടക്കം കൊണ്ടുണ്ടായ പ്രശ്നം. 3 മക്കളിൽ ഒരാളെ എടുത്തു വളർത്തിയതാണെന്നുള്ള കാര്യം. ഈ പ്രശ്നങ്ങളൊന്നും പോരാത്തതിന് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ? പേടിക്കണ്ട വസു, ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷികളാവുമ്പോ വീട്ടിലേക്ക് വരുന്നത് സാധാരണമല്ലേ. എല്ലാം ആ ഈശ്വരൻ നോക്കിക്കോളും. ആവശ്യമില്ലാതെ നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇതിന് ശരിക്കും പരിഹാരം ഉണ്ടെങ്കിൽ പറയൂ ചേച്ചി, ഞാനത് ഉടനെ ചെയ്യാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വസു. നീ തുളസിത്തറയിൽ പൂജ ചെയ്ത് കഴിഞ്ഞല്ലോ. ദേവി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വാഗത്തേക്ക് പോ. അമ്മേ, അഖിൽ, ഏട്ടാ, എല്ലാരും ഒന്ന് വന്നേ. അഖിൽ എവിടെ? എന്താ കാര്യം അഭി? ഞാനൊരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുത്തിരിക്കുക അച്ഛാ. ഇത്രയും നാൾ നമ്മുടെ സംസ്കൃതി ഈവൻസിൽ ഞാൻ മാത്രമായിരുന്നു മെയിൻ. ഏട്ടനും അഖിലും നോമിനീസ് മാത്രമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 3 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ ഡോക്യുമെന്റ്സ് ഞാൻ തയ്യാറാക്കി.
എന്തിനെ പറ്റി ആന്റി അവര് സംസാരിക്കുന്നത്? അഖിലിന്റെ പോരാട്ടത്തിന്റെ ഫലമാ അഭി പടിപടിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇനി മുതൽ കമ്പനിയിൽ ആര് വലുതെന്നോ ആര് ചെറുതെന്നോ ഇല്ല. ഞങ്ങൾ 3 പേരും തുല്യരാണ്. 3 പേർക്കും ചെക്ക് പവർ ഉണ്ടാവും. ആർക്ക് ഈവന്റ് വന്നാലും 3 പേര് ഒരുമിച്ച് ചെയ്യും. ലാഭത്തില് 3 പേർക്ക് ഈക്വൽ ഷെയർ ആയിരിക്കും. ഇത് ലൈഫ് ടൈം എഗ്രിമെന്റ് ആണ്. വളരെ നല്ല കാര്യമാ ചെയ്തേ അഭി. ഇനി ആരും ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നീ ചെയ്തത് നല്ല കാര്യം അബി. പക്ഷേ സ്വത്ത് ഭാഗം വെക്കുന്നത് ഇപ്പൊ എന്തിനാ അബി? ഇതിന്റെ ആവശ്യമുണ്ടമ്മേ. ഞങ്ങൾ 3 പേരിൽ ആർക്കും വളർത്തുമകനാണെന്നുള്ള ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ടാവരുത്. നിങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ എങ്ങനെയാണ് തുല്യര്, അതുപോലെ ഞങ്ങൾ 3 പേരും തുല്യരാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. മുൻകൂട്ടി ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം ഞാൻ പരിഗണിച്ചില്ല അബി. ശരിക്കും ഒരു നല്ല കാര്യമായത്. ഏട്ടാ അഖിൽ, ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ 3 പേരും സൈൻ ചെയ്യണം. അതിനുശേഷം ലോയറിനോട് പറഞ്ഞ് ബാക്കി ഫോർമാലിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സൈൻ ചെയ്യും. ഇതൊരു നല്ല കാര്യമല്ലേ ഭാസ്കർ? നീ ഇതിൽ ഒപ്പിട്.
അഖിൽ, എന്താ ഇത്? നിങ്ങളുടെ സൈന്യത്തിൽ ആവശ്യമില്ല മിസ്റ്റർ അഭിറാം. എന്താടാ നിന്റെ ഏട്ടനെ പേര് പറഞ്ഞു വിളിക്കുന്നേ? ഇയാൾ എന്നെക്കാളും മുതിർന്ന ആളായിരിക്കും അമ്മേ, പക്ഷെ ഇയാൾ എന്റെ ഏട്ടനല്ല. എന്താ ഈ പറയുന്ന അഖിൽ? നിന്റെ ചേട്ടനല്ലെന്ന് ആരാ പറഞ്ഞേ? ഇയാൾ നിങ്ങളുടെ സ്വന്തം മകൻ തന്നെയാണോ അച്ഛാ? ഇയാളെ സ്വന്തം വയറ്റിൽ 9 മാസം ചുമന്ന് പ്രസവിച്ചയാണോ? ഇയാളെ നിങ്ങളെ സ്വന്തം മകനാക്കി വളർത്തിയെന്നേ ഉള്ളൂ. ഭാസ്കരേട്ടനും ഞാനും മാത്രമാ അമ്മ പ്രസവിച്ച മക്കള്. ഇയാള് അമ്മയുടെ വളർത്തു മകനാ. ഏട്ടനും ഞാനും ജനിച്ചപ്പോ പാരന്റ്സായ അച്ഛന്റെ അമ്മയുടെ പേരാ ഉണ്ടായിരുന്നത്. പക്ഷെ ഇയാളുടെ സർട്ടിഫിക്കറ്റിലോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പേരായിരുന്നില്ല, വേറെ ആരുടെ പേരായിരുന്നു.
അഖിൽ, നീ പറയുന്ന സത്യമാണോ? അഭി എന്റെ സ്വന്തം അനിയനല്ലെന്നോ? അവൻ ചോദിക്കല്ലേ, മറുപടി പറയട്ടാ. ഭാസ്കർ ജനിക്കുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അഭി ജനിച്ചപ്പോ ഞാൻ അവിടുന്ന് തിരിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? അഭി എവിടുന്നാ വന്നേ? അപ്പൊ അഭി നിങ്ങളുടെ സ്വന്തം മോനല്ലേ? പുറത്തുനിന്ന് വന്നതാണോ? അനാഥനാണോ? അഭി ഒരു അന്യനൊന്നും അല്ല. മാത്രമല്ല അവൻ അനാഥനുമല്ല. എന്റെ മകൻ